ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് വളരെ നിർണായകമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. മുൻ ലോകകപ്പ് വിന്നിംഗ് നായകനും ഇതിഹാസ ഓപ്പണറുമായ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ലോർഡ്സിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ഏകദിന മത്സരം രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിശബ്ദതയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്നതിലും ബാറ്റിംഗിൽ വിസ്മയങ്ങൾ തീർക്കുന്നതിലും രോഹിത് ശർമ്മ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലും അതുപോലെ ഏറ്റവും ആവേശകരമായ T20 മത്സരങ്ങളിലും അദ്ദേഹം നേരത്തെ തന്നെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ തുടരാൻ അദ്ദേഹം തീരുമാനിച്ചത് വളരെ കൃത്യമായൊരു ലക്ഷ്യത്തോടെയായിരുന്നു. അടുത്ത വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ച് ആ കിരീടം നേടുക എന്നതായിരുന്നു രോഹിത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. ആ ഒരു സ്വപ്നത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹം തന്റെ കരിയറിലെ അവസാന കാലഘട്ടത്തിലും ബാറ്റ് വീശാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അജിത് അഗാർക്കറിന്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമാണ്. രോഹിത് ശർമ്മയെ ഇനിയുള്ള ഏകദിന പ്ലാനുകളിൽ പരിഗണിക്കേണ്ടതില്ലെന്നും ടീമിനെ ഒരു പുതിയ തലമുറയിലേക്ക് നയിക്കുകയാണ് ലക്ഷ്യമെന്നും സെലക്ടർമാർ അദ്ദേഹത്തെ അറിയിച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ടീം മാനേജ്മെന്റിന്റെ ഈ കടുത്ത തീരുമാനത്തോടുകൂടി ലോകകപ്പ് എന്ന രോഹിത്തിന്റെ വലിയ സ്വപ്നം പാതിവഴിയിൽ തകർന്നിരിക്കുകയാണ്. യശസ്വി ജയ്സ്വാളിനെയും ശുഭ്മൻ ഗില്ലിനെയും പോലുള്ള യുവതാരങ്ങളെ അണിനിരത്തി ടീമിന്റെ ഭാവി പണിയാനാണ് ഇപ്പോൾ സെലക്ടർമാർ ആഗ്രഹിക്കുന്നത്. T20 ലോകകപ്പ് വിജയത്തിനു ശേഷം രോഹിത് T20 മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചപ്പോൾ ഇനി ഏകദിനത്തിൽ അദ്ദേഹം ടീമിനെ നയിക്കുമെന്ന് ആരാധകർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം നായകസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ തന്നെ പല കാര്യങ്ങളും വ്യക്തമായിരുന്നു. ഇപ്പോൾ നേരിട്ടുള്ള ഈ വിരമിക്കൽ നിർദ്ദേശം അദ്ദേഹത്തെ മാനസികമായി ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഈ തീരുമാനത്തിൽ രോഹിത് ശർമ്മയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും BCCIയുമായി അദ്ദേഹം ഇക്കാര്യം ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ലോർഡ്സിലെ ആ അവസാന മത്സരം രോഹിത്തിന് എത്രത്തോളം വൈകാരികമായിരിക്കും എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. ഒരു കാലഘട്ടത്തിന്റെ അന്ത്യം എന്ന് തന്നെ ഈ മത്സരത്തെ വിളിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലിയും അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും പകരം വയ്ക്കാനില്ലാത്തതാണ്. ലോകകപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങാൻ തയ്യാറെടുത്തിരുന്ന രോഹിത്തിന് ഇത്തരമൊരു വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന് ആരും കരുതിയിരുന്നില്ല. സെലക്ടർമാരുടെ ഈ തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയൊരു ചർച്ചയ്ക്ക് തന്നെ വഴി തുറന്നിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ സെലക്ടർമാർ കാണുന്ന മാറ്റങ്ങൾ സ്വാഭാവികമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ടെങ്കിലും രോഹിത് ശർമ്മയെപ്പോലെ ഒരു വലിയ താരത്തോട് കാട്ടിയ ഈ രീതി എത്രത്തോളം ശരിയാണെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഫിറ്റ്നസ് നിലനിർത്തി ടീമിന് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന രോഹിത്തിന് ഈ തീരുമാനത്തോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും സെലക്ടർമാരുടെ തീരുമാനങ്ങൾക്കും ക്രിക്കറ്റിന്റെ ഭാവി പ്ലാനുകൾക്കും മുന്നിൽ അദ്ദേഹത്തിന് വഴിമാറിക്കൊടുക്കുകയല്ലാതെ മറ്റു വഴികളില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. എന്തായാലും ഈ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീം ഒരു പുതിയ മുഖവുമായിട്ടായിരിക്കും മൈതാനത്തിറങ്ങുക. ഗിൽ ജയ്സ്വാൾ ഓപ്പണിംഗ് സഖ്യം ഇന്ത്യക്ക് എത്രത്തോളം കരുത്തു പകരുമെന്നും രോഹിത് ശർമ്മയില്ലാത്ത ഇന്ത്യൻ നിര എങ്ങനെ പ്രതികരിക്കുമെന്നും വരും മത്സരങ്ങളിൽ കണ്ടറിയണം. ആരാധകർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഈ വാർത്ത സത്യമാണെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന് വിരാമമിടുകയാണ്. ഹിറ്റ്മാന്റെ ബാറ്റിൽ നിന്നും പിറന്ന ആ അത്ഭുത നിമിഷങ്ങൾ വരും കാലങ്ങളിൽ എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഓർമ്മിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? രോഹിത് ശർമ്മയുടെ ഈ വിരമിക്കൽ തീരുമാനം ശരിയാണോ? അല്ലെങ്കിൽ സെലക്ടർമാർ അദ്ദേഹത്തോട് കാട്ടിയത് അനീതിയാണോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.